കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ ചേച്ചി എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള 3 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ഇതിനകം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം എന്തെല്ലാം മാറ്റങ്ങൾ പ്രഗ്നന്റ് ആകുന്ന ഒരു ലേഡിക്ക് ഉണ്ടാകും, അതുപോലെ എന്തെല്ലാം മാറ്റങ്ങൾ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഒരു ലേഡിക്ക് ഉണ്ടാകും, ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസും ഈ പ്രഗ്നൻസി സിംറ്റംസും ഒക്കെ ഏറെക്കുറെ ശരിയല്ലേ എന്നൊക്കെയുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. പീരീഡ്സിന്റെ ലക്ഷണങ്ങളും, അതായത് പീരീഡ്സ് ആകാൻ പോകുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങളും പ്രഗ്നൻസി ലക്ഷണങ്ങളും ഏറെക്കുറെ മാച്ച് ആയതുകൊണ്ട് പല ആളുകളും പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴും പീരീഡ്സ് ആണ് വരാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എസ്പെഷ്യലി പീരീഡ്സ് ആകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ക്രാമ്പിംഗ്, നമുക്കുണ്ടാകുന്ന യോനി വേദന, നമുക്കുണ്ടാകുന്ന ബ്രസ്റ്റിലെ വേദന, ഇതെല്ലാം തന്നെ സെയിം പ്രഗ്നൻസി സമയത്തും നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് പലരും പീരീഡ്സ് വരാതെ ആകുമ്പോൾ പീരീഡ്സ് ആവുന്ന വേദന വരുന്നു, പക്ഷേ പീരീഡ്സ് വരുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ആളുകൾ പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഡോക്ടേഴ്സ് കൊടുത്തിട്ടുള്ള മെഡിസിൻ എടുക്കുന്നവരുണ്ട്. പീരീഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഈ ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിലും ഈ ലക്ഷണം നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഫുഡ് ഹാബിറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരുപാട് ആളുകൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെയും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്ടഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ആ പോകുന്ന ബ്ലീഡിംഗ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സഡൻ ആയിട്ട് പീരീഡ്സ് ആകുന്ന ആ ഒരു എക്സ്പെക്ടഡ് ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് ബ്ലീഡിംഗ് വന്നു, പക്ഷേ ആ ബ്ലീഡിംഗ് വളരെയധികം കുറവാണ്, അതായത് ഒരു പാഡ് പോലും ചേഞ്ച് ചെയ്യേണ്ട തരത്തിലുള്ള ബ്ലീഡിംഗ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ബ്ലീഡിംഗ് നിന്ന് ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അത് മോർണിംഗിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് ഷോൾഡർ പെയിൻ ആണ്. ഷോൾഡർ പെയിൻ പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നന്റ് ആകുന്നതിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലക്ഷണമാണ് ഈ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു കൈയുടെ ഷോൾഡറും പ്രഗ്നൻസിയുടെ ആ ഒരു സ്റ്റൊമക്കും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്കേജ് ഇല്ല. എന്നാൽ നേരെ മറിച്ച് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് യൂട്രസിന്റെ മസിൽസ് ഒക്കെ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ പുറപ്പെടുവിപ്പിക്കുന്ന ഹോർമോണാണ് നിങ്ങളുടെ ഓരോ ജോയിൻസിലും അതുപോലെ ഓരോ ആ ഒരു അവയവങ്ങളും ജോയിൻ ആകുന്ന ഓരോ പോർഷനിലും നിങ്ങൾക്ക് വേദന ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ കേട്ടോ. ജോയിൻസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആയാൽ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ യൂട്രസിന്റെ മസിൽസ് ഒക്കെ ഈസിലി എക്സ്പാൻഡ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതങ്ങനെ ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എക്സ്പാൻഷൻ നമുക്ക് പോസിബിൾ അല്ല, കോൺട്രാക്ഷൻസ് ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പീരീഡ്സ് ഉണ്ടാകും. അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിലാക്സിൻ ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുന്നത്. ഷോൾഡർ പെയിൻ കൂടുതലായിട്ട് കാണുന്നവരും ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മുടെ വാട്ടർ റിക്വയർമെന്റ്സ് ശരീരത്തിൽ കുറയുമ്പോഴേക്കും ജോയിൻസിൽ പലർക്കും വേദനകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും കൂടുതലും പെയിൻ കില്ലേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. മൂവോ വോളിനിയോ അങ്ങനെ എന്തെങ്കിലും സ്പ്രേ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ ഓയിൽമെന്റ് പുരട്ടുന്നത് കൊണ്ടോ പ്രശ്നമില്ല. പക്ഷേ വേദന സംഹാരികൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. വേദന സംഹാരികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറച്ചു നേരത്തേക്കൊന്ന് മന്ദീഭവിപ്പിക്കുന്നതിന് കാരണമാവുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ന്യൂട്രിയൻസ് വേണ്ടുന്ന അല്ലെങ്കിൽ എംബ്രിയോനെ നറിഷ് ചെയ്യേണ്ട സമയത്ത് ഹോർമോൺസിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ ആവുകയും പ്രഗ്നൻസി നഷ്ടമായി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മെഡിസിൻ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടാണ് മുട്ടുകാൽ വേദന. മുട്ടുകാൽ വേദനയും ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ട് നമ്മുടെ ജോയിൻസ് ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഈ ഒരു മുട്ടുവേദന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിൽ ഓരോ ജോയിൻസും വരുന്ന പോർഷനിൽ നമ്മുടെ ആംഗിളിന്റെ ഭാഗത്ത്, അതുപോലെ നമ്മുടെ കൈയുടെ കൈപ്പത്തിയും ആ ഒരു കൈയും തമ്മിൽ ജോയിൻ ആകുന്ന പോർഷനിലൊക്കെ നമുക്ക് വേദനകൾ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മുട്ടുവേദന നമുക്ക് ഒരുപാട് നേരം നിൽക്കുന്ന സമയത്തായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ ചില സ്ത്രീകളൊക്കെ വീട്ടിലിപ്പോൾ ജോലികൾ ചെയ്യുമ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കാറുണ്ട്. ഇരിക്കാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആ പണി തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഇരിക്കാലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ അങ്ങനെ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ മുട്ടുവേദന ഭയങ്കര അസഹനീയമായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ കാല് നേരെ നിലത്ത് മുട്ടിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ആ ഒരു പൊസിഷൻ ആണെങ്കിലും ഒരുപാട് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാല് നീട്ടി വെക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നു. കുറെ നേരം കാല് നീട്ടി വെച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ.
ഈ വേദനയും ഒരുപാട് ഹെവി ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ ഡോക്ടറോട് അത് പറയണം. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂട്രീഷൻ റിക്വയർമെന്റ്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയോ മറ്റ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയോ ശരീരത്തിൽ വരുമ്പോഴേക്കും ഇതുപോലുള്ള ജോയിന്റ് പെയിൻ ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വേദന പ്രഗ്നൻസി ലക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് നേരം നിന്നിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രഗ്നൻസിയുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ ബോഡി ഒരു റെസ്റ്റ് നിങ്ങളുമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ശരീരത്തിന് വരുന്ന തളർച്ചയാണ് ശരീരം ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു കാര്യം, നമുക്ക് റെസ്റ്റ് വേണമെന്ന് ശരീരം ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ സമയത്ത് നിങ്ങൾ കഴിവതും റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസിയുടെ സമയത്ത് ബെഡ് റെസ്റ്റ് എടുക്കുക കിടക്കാനായിട്ടോ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ജോലിയും ചെയ്യേണ്ടെന്നോ ഇവിടെ ആരും പറയുന്നില്ല കേട്ടോ. പക്ഷേ ഏകദേശം നമുക്ക് ശരീരം ടയേർഡാണ് എന്ന് തോന്നുന്ന സമയത്ത് കുറച്ചു നേരം കിടക്കുകയോ കുറച്ചു നേരം ഇരിക്കുകയോ, കുറച്ചു നേരം ഇപ്പൊ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചു നേരം വാക്കിംഗ് ചെയ്യുകയോ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയോ നിങ്ങൾ ചെയ്യാം കേട്ടോ. അതുപോലെ വെള്ളം കുടിക്കുക മാത്രമല്ല, വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ സമ്മർ സീസണിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ആദ്യത്തേൽ പറഞ്ഞതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന തരത്തിൽ ശരീരത്തിന് റിലാക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചു നേരം ചൂട് പിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനായിട്ട് സഹായിക്കും. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ടെൻഡൻസീസ് ഒരുപാട് വർദ്ധിക്കുക. അതായത് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഒരു 3 നേരമോ അല്ലെങ്കിൽ ഒരു 4 നേരമോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീസ് വരിക. ഇങ്ങനെയുള്ള പ്രവർത്തനം നടക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൂടുതൽ എനർജി നമ്മളുടെ ശരീരത്തിന് വേണ്ടി വരുന്നു. അതായത് ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന എംബ്രിയോ വളരണമെങ്കിൽ അതിന് വളരാൻ വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു വിത്ത് കൊണ്ട് നടുകയാണെന്ന് വിചാരിച്ചു. അത് നമ്മൾ നട്ടിട്ട് അത് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് കാര്യമുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടുന്ന വളം ഇട്ട് കൊടുക്കണം, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കണം. ഇവിടെ നമ്മളുടെ ശരീരത്തിലെ, സ്ത്രീ ശരീരത്തിലെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഹെൽത്തി അല്ലാതായി വന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് വളരണമെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് ഗ്രോ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി ആവശ്യമുണ്ട്, കുഞ്ഞിന് വേണ്ടുന്ന ന്യൂട്രിയൻസ് ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എസ്പെഷ്യലി നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവേണ്ട ഒരു സമയമാണ്. കാരണം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു സമയമാണ് ഫസ്റ്റത്തെ ട്രൈമസ്റ്റർ. അതിലും ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് ഫസ്റ്റത്തെ മന്ത് എന്ന് പറയുന്നത്. ആ സമയങ്ങളിൽ കുഞ്ഞിനെ ഗ്രോ ആകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും എനർജിയും ഒക്കെ വേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീസും വർദ്ധിക്കുന്നു. നമുക്ക് വയറ് എപ്പോഴും ഇങ്ങനെ എരിയുന്നത് പോലുള്ള ഒരു പ്രവണത അനുഭവപ്പെടുന്നു. അടുത്തത് വിശപ്പ് ഒട്ടുമില്ലാത്ത ഒരവസ്ഥ. വിശപ്പ് ഒട്ടും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു സാധനം കഴിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. ഡെയിലി നമ്മൾ കഴിക്കുന്ന സമയത്ത് പോലും ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് തോന്നാതെ വരിക. ആദ്യത്തെ കേസിൽ നമുക്ക് എനർജി റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് റീസണിലും നമുക്ക് എനർജി വേണം, പക്ഷെ അത് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏറ്റവും ആദ്യത്തേത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച്. പെട്ടെന്നൊരു ഹോർമോൺ ചേഞ്ച് നമ്മളിൽ സംഭവിക്കുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ട് ആ ഹോർമോൺ ചേഞ്ചുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാനായിട്ട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ മന്തിലൊക്കെ അല്ലെങ്കിൽ സെക്കൻഡ് മന്തിലൊക്കെ നമുക്ക് ഒന്നും തന്നെ കഴിക്കാനായിട്ട് തോന്നില്ല ആ ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ട്. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ആൻസൈറ്റിയും ഡിപ്രഷനുമാണ്. ആൻസൈറ്റിയും ഡിപ്രഷനും നമ്മൾ തന്നെ ആലോചിച്ചെടുക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ല, പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മളിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസ് കൂടുതലാണ്. നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങളും കൂടുതലാണ്. ഇങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്നൊരു മൂഡ് സ്വിങ്സ് നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് നമുക്ക് സമയം ഉണ്ടാകും. പെട്ടെന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് ദേഷ്യം വരുന്നു, ഹസ്ബൻഡായിട്ട് തല്ലുപിടിക്കുന്നു, ഫ്രണ്ട്സായിട്ട് തല്ലുപിടിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം നമുക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. സെയിം ഇതേ മെക്കാനിസം തന്നെയാണ് നമുക്ക് അവിടെയും പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും ഉണ്ടാവുന്നത്. അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം ദഹിക്കാതെ കിടക്കുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻ ഒന്ന് സ്ലോ ആകും. അതായത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോഴേക്കും നമ്മുടെ ദഹനം ഒന്ന് സ്ലോ ആകുന്നു. ദഹനം സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒന്ന് ദഹിച്ചു പോയാലല്ലേ നമുക്ക് രണ്ടാമതൊരു വിശപ്പ് അനുഭവപ്പെടുള്ളൂ. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വിശപ്പേ ഉണ്ടാവില്ല, കാരണം ആദ്യത്തെ ദഹിച്ചു പോയിട്ടുണ്ടാകും. ഞാൻ ഈ പറഞ്ഞ 3 ലക്ഷണങ്ങളും എനിക്കുണ്ടായത് ഞാൻ തിരിച്ചറിഞ്ഞത് പീരിയഡ്സ് മിസ് ആവുന്നതിനൊക്കെ മുൻപ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ശ്രദ്ധിക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് പീരിയഡ്സ് ആവുകയാണെങ്കിൽ കൂടി തന്നെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണോ, പീരിയഡ്സ് പോലുള്ള ബ്ലീഡിംഗ് ആണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്
ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ നോക്കണം. അതിനുശേഷം നിങ്ങൾ ഒരു കാർഡ് മേടിച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കമന്റ്സിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി സോപ്പ് പൊടി ഉപയോഗിച്ച് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്തു. അതൊക്കെ എന്താ പറയാ, അതൊരിക്കലും കൃത്യമായിട്ടുള്ള റിസൾട്ട് തരില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ലക്കിന് അതൊന്ന് പതഞ്ഞു വരും. അങ്ങനെ വരുമ്പോഴേക്കും പലരും അത് പോസിറ്റീവ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യാറ്. ചിലപ്പോൾ ചിലർ പോസിറ്റീവ് ആയിട്ടുണ്ടാകും, ചിലർ നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ പോസിറ്റീവ് ആയിരിക്കും ആക്ച്വലി ഉണ്ടാവുന്നത്. അതുകൊണ്ട് കാർഡ് മേടിച്ച് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.